ശബരിമലയിൽ അടിയന്തര ചികിത്സ വേണ്ടവർക്ക് ഇനി മുതൽ ആംബുലൻസ് സൗകര്യവും. ഈ മണ്ഡലകാലം മുതലാണ് അപകടത്തിൽപ്പെടുന്നവരെയും ഹൃദ്രോഗികളെയും ഉടൻ തന്നെ പമ്പയിലെ ആശുപത്രിയിൽ എത്തിക്കാൻ ജീപ്പ് ആംബുലൻസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതാദ്യമായാണ് ശബരിമലയിൽ ട്രാക്ടർ ഒഴികെയുള്ള വാഹനം എത്തുന്നത്. സന്നിധാനത്ത് അപകടത്തിൽപ്പെടുന്നവരെയും അടിയന്തരമായി ചികിത്സ വേണ്ടവരെയും എത്രയും പെട്ടെന്ന് പമ്പയിലെത്തിക്കുന്നതിനു വേണ്ടിയാണ് ജീപ്പ് ആംബുലൻസ് സംവിധാനം ദേവസ്വം ബോർഡും ആരോഗ്യവകുപ്പും ചേർന്ന് ഏർപ്പെടുത്തിയത്. ഡോക്ടറും രോഗിയുമടക്കം 4 പേർക്ക് യാത്ര ചെയ്യാൻ കഴിയുന്നതാണ് വാഹനം. ഇപ്പോൾ ഒരു പേഷ്യൻറ്റിനെ ഒരു ആപത്തുള്ള ഒരു പേഷ്യൻറ്റിനെ നമുക്ക് ഒരു വെന്റിലേറ്ററിൻ്റെ സഹായത്തോടു കൂടി തന്നെ ഒരു മാറ്റേണ്ടി വരുന്ന സാഹചര്യം വരികയാണെങ്കിൽ മുമ്പ് നമ്മൾ ചെയ്തിരുന്നത് നമ്മൾ സ്ട്രെച്ചറിൽ തന്നെ പേഷ്യൻറ്റിനെ കയറ്റുകയും അവിടെ കിടത്തി വെന്റിലേറ്ററും ഓക്സിജനും ഒക്കെ തന്നെ വേറെ സപ്പോർട്ട് ചെയ്ത് ഒരു ടീമായിട്ട് കൊണ്ടുപോകേണ്ട സാഹചര്യം അത് വളരെ ദുഷ്കരമായൊരു കാര്യമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ഒരു ഓഫ് റോഡ് ആംബുലൻസ് വന്നതോടുകൂടി ആ പ്രശ്നം ഒരു പരിധി വരെ തന്നെ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. ട്രാക്ടർ ഒഴികെ മറ്റൊരു വാഹനവും ഇതുവരെ സന്നിധാനത്തെത്തിയിട്ടില്ല. മുൻകാലങ്ങളിൽ അടിയന്തര ചികിത്സ വേണ്ട അയ്യപ്പ ഭക്തരെ ട്രാക്ടറിലും സ്ട്രക്ചറിലുമായിരുന്നു പമ്പയിൽ എത്തിച്ചത്. ആകെ 2 ജീപ്പ് ആംബുലൻസാണ് സന്നിധാനത്തുണ്ടാകുക. റിപ്പോർട്ടർ, സന്നിധാനം.